ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും ഉപ്പയും കൂടെ നാട്ടിൽ ഒരുമിച്ച് പോകുന്ന ഒരു ട്രാവൽ വ്ളോഗ് വീഡിയോ ആണ്. അങ്ങനെ ഞാനും ഉപ്പയും ഇപ്പോൾ ഉള്ളത് ദുബായ് എയർപോർട്ടിലാണ്. നമ്മൾ ഇപ്പോൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 6:30 ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങൾ എയർപോർട്ട് പോകുന്ന വഴി ഒന്ന് മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വേണ്ട ഒരു സാധനം മറന്നിട്ടുണ്ടായിരുന്നു മേടിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു മാളിൽ പോയി, നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ മാളിൽ പോയി ജസ്റ്റ് നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു. മമ്മനെ മിസ് ചെയ്യോ? കാൻഡി കൊണ്ടിട്ടോ. അങ്ങനെ ഞാനും ഉപ്പയും ഇപ്പോൾ ഉള്ളത് ദുബായ് എയർപോർട്ടിലാണ്. നമ്മൾ ഇപ്പോൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 6:30 അപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ എന്താ പറയുക, ഈ ഒരു യാത്രക്ക് ഒരു പ്രത്യേകത തന്നെ ഉണ്ട്. ഉപ്പാൻ്റെ 36 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരമാവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളും ഉണ്ട്. യാത്രയായപ്പം കൂടെ ആയിട്ട് അങ്ങനെ ഞാനും ഒരുമിച്ച് ഉപ്പാൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞാനും ഉപ്പയും ഒരുമിച്ച് ഒറ്റയ്ക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ മക്കളില്ല. അപ്പോൾ ഞാൻ 4 ദിവസത്തേക്കാണ് പോകുന്നത്. എന്തായാലും ഉപ്പാനെ യാത്ര അയക്കുന്നതിന് പകരം ഉപ്പാൻ്റെ കൂടെ തന്നെ യാത്ര പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി ഉള്ള ബാക്കിയുള്ള ഫ്ലൈറ്റിന് സമയമായിട്ടില്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ എമിഗ്രേഷനിൽ അത്യാവശ്യം ലൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം പോയി. എമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, എൻ്റെ ഉപ്പ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉപ്പാടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ജീപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ജീപ്പും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പാക്ക് പ്രത്യേകിച്ച് അത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക സന്തോഷമാണ്. ഉപ്പാക്ക് അത് ഡ്രൈവ് ചെയ്യാനും പണ്ടത്തെ ഒരു കാർ ഓടിക്കുന്ന സുഖമൊന്നുമല്ല, ജീപ്പ് വേറൊരു ലെവലാണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അത്തരത്തിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഉപ്പാക്ക് ഡ്രൈവ് ചെയ്യണം എന്നുള്ളൊരു ഒരേ ഒരു ആഗ്രഹം. അങ്ങനെ പിന്നെ തിരിച്ചു പോകുമ്പം ഉപ്പം കുറച്ച് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ രാത്രി ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല,
നമ്മൾ അവിടെ കയറി നല്ല മസാല ദോശയും പൊറോട്ടയും ബീഫും അങ്ങനെ എല്ലാം കഴിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയി, കുറച്ച് സമയം എടുത്തപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മുടെ യാത്രാ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.